മാസങ്ങളോളം ഉപയോഗിക്കാതെ കിടന്ന ജാക്കറ്റിലോ ജീൻസിൻ്റെ പോക്കറ്റിലോ പുസ്തകത്തിൻ്റെ ഉള്ളിലോ എന്നോ മറന്നുവെച്ചുപോയ 100-ൻ്റെയോ 500-ൻ്റെയോ നോട്ട് കണ്ണിലുടക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം അനുഭവിക്കാത്തവർ ഉണ്ടാകില്ല. എന്നാൽ 100-നും 500-നും പകരം അത് 10,000-ങ്ങളോ ലക്ഷങ്ങളോ കോടികളോ ആയാലോ? അതെ, ആയിരക്കണക്കിന് അക്കൗണ്ടുകളിലായി 1-2 കോടികളല്ല, 78,213 കോടികളാണ് അവകാശികളില്ലാതെ കിടക്കുന്നത്. ആ കൂട്ടത്തിൽ നമുക്ക് ഏതെങ്കിലും രീതിയിൽ അവകാശപ്പെട്ട പണമുണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് നേടിയെടുക്കാം എന്നാണ് ഇന്നത്തെ എപ്പിസോഡിൽ വിശദീകരിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് 2024 മാർച്ച് വരെ രാജ്യത്തുടനീളമുള്ള വിവിധ ബാങ്കുകളിൽ അവകാശികളെത്താതെ ക്ലെയിം ചെയ്യപ്പെടാതെ കിടക്കുന്നത് 78,213 കോടി രൂപയുടെ നിക്ഷേപമാണ്. 10 വർഷത്തിലേറെയായി അവകാശികളില്ലാത്ത നിക്ഷേപങ്ങളാണ് റിസർവ് ബാങ്കിന്റെ ഡെപ്പോസിറ്റർ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് എന്ന ഫണ്ടിലേക്ക് മാറ്റാറുള്ളത്. ഈ വൻതുകകൾ ബാങ്കുകളിൽ അവകാശികളില്ലാതെ കിടക്കാൻ കാരണം എന്താണ്? ഈ വൻതുകകൾ ബാങ്കുകളിൽ അനാഥമായതിന് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട്. അവ ഓരോന്നായി പരിശോധിക്കാം. ഒന്നാമതായി, മരണപ്പെട്ട വ്യക്തികളുടെ നിക്ഷേപങ്ങൾ. അക്കൗണ്ട് ഉടമ മരിച്ചാൽ അക്കൗണ്ട് നിലവിലുണ്ടെന്ന് അവകാശികൾക്ക് അറിയില്ല. അവകാശികളെ അറിയിക്കാതെ അവരെ നിക്ഷേപങ്ങളുടെ നോമിനിയാക്കുന്നതാണ് പ്രധാന കാരണം. 2. വിദേശത്തേക്ക് കുടിയേറൽ. രാജ്യത്തെ ബാങ്കുകളിലുള്ള സേവിങ്സ് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾ അവസാനിപ്പിക്കാതെ വിദേശത്തേക്ക് കുടിയേറിയവരുടെ നിക്ഷേപങ്ങളും ഈ ഗണത്തിൽ വരുന്നു. 3. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് മാറുന്നത്. താമസ സ്ഥലം അല്ലെങ്കിൽ ഫോൺ നമ്പർ മാറുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാതെ പോകുന്നത് വഴി അക്കൗണ്ട് ഉടമകൾക്ക് പ്രധാനപ്പെട്ട ബാങ്ക് ആശയവിനിമയങ്ങൾ നഷ്ടപ്പെടാം. നിക്ഷേപം കാലാവധി പൂർത്തിയായതുൾപ്പെടെയുള്ള വിവരങ്ങൾ ഇതുമൂലം നിക്ഷേപകൻ അറിയാതെ പോകും. 4. ദീർഘകാല നിക്ഷേപങ്ങൾ. നിക്ഷേപകർ ദീർഘകാല നിക്ഷേപം പിൻവലിക്കാൻ മറന്നു പോകുന്നതാണ് ഒരു കാരണം. 5. പല ബാങ്ക് അക്കൗണ്ടുകൾ. ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടായിരിക്കുകയും അതിൽ ചിലത് മറന്നു പോകുകയും ചെയ്യുന്നു. 6. അവകാശികൾ അറിയാതെ പോകുന്നു. മാതാപിതാക്കളോ ജീവിത പങ്കാളിയോ നടത്തിയ നിക്ഷേപത്തെക്കുറിച്ച് നോമിനി അറിയാതെ പോകുന്നു. എന്നാൽ നിങ്ങളുടെ പേരിൽ രാജ്യത്തെ ഏതെങ്കിലും ബാങ്കുകളിൽ നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് അവകാശപ്പെട്ട പണം കിടപ്പുണ്ടോ എന്ന് പരിശോധിക്കാനും അങ്ങനെയുണ്ടെങ്കിൽ ആ പണം നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനും അവസരമുണ്ട്. ഇപ്രകാരം അവകാശികളില്ലാതെ കിടക്കുന്ന പണത്തിൻ്റെ ഉടമകളെ കണ്ടുപിടിക്കാനും അവർക്ക് അവകാശപ്പെട്ട 1000-ങ്ങളോ 10,000-ങ്ങളോ ലക്ഷങ്ങളോ ഒക്കെ അവകാശികളില്ലാതെ വെറുതെ നിഷ്ക്രിയമായി കിടക്കുകയാണെന്ന് ഓർമ്മിപ്പിക്കാനും അവ തിരിച്ചു പിടിക്കാനുമുള്ള സൗകര്യവും റിസർവ് ബാങ്ക് ഒരുക്കിയിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് നോക്കാം. ഉദ്ഗം എന്ന കേന്ദ്രീകൃത പോർട്ടൽ വഴി അവകാശികളില്ലാത്ത നിക്ഷേപങ്ങൾ കണ്ടെത്താം. രാജ്യത്തെ 30 ബാങ്കുകളിലെ അവകാശികളില്ലാത്ത നിക്ഷേപങ്ങൾ കണ്ടെത്താനുള്ള റിസർവ് ബാങ്ക് കേന്ദ്രീകൃത പോർട്ടലാണ് ഉദ്ഗം. www.udgam.rbi.org.in എന്ന സൈറ്റിൽ പുതിയ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുക. ഹോം പേജിൽ ഇൻഡിവിജ്വൽ എന്നതിന് താഴെ തിരയേണ്ട അക്കൗണ്ടിൻ്റെ ഉടമയുടെ പേര് നൽകുക. ഓരോ ബാങ്കും പ്രത്യേകമായോ ഓൾ ഓപ്ഷൻ വഴി എല്ലാ ബാങ്കുകളും ഒരുമിച്ച് തിരഞ്ഞെടുത്തോ സെർച്ച് ചെയ്യാം. ഇതോടൊപ്പം പാൻ, ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ, വോട്ടർ ID നമ്പർ, പാസ്പോർട്ട് നമ്പർ, ജനന തീയതി എന്നിവ വഴിയും സെർച്ച് ചെയ്യാം. ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഏതെങ്കിലും അക്കൗണ്ടുകളിൽ കഴിഞ്ഞ 10 വർഷത്തിലേറെയായി നിഷ്ക്രിയമായി കിടക്കുന്ന നമ്മുടെ പണമുണ്ടോ എന്നറിയാം. തുടർന്ന് അതാത് ബാങ്കുകളുമായി ബന്ധപ്പെട്ടാൽ പ്രവർത്തനരഹിതമായ അക്കൗണ്ട് സജീവമാക്കാനോ പണം പിൻവലിക്കാനോ കഴിയും.